ഇവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ തന്റെ വിശ്വസ്തനായ സുഹൃത്തിനാൽ വഞ്ചിക്കപ്പെട്ടു. മുതലകൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന വിധേന സുഹൃത്ത് അവനെ ഒരു മരപ്പാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും എല്ലാം സുരക്ഷിതമാണെന്ന് വിശ്വസിച്ച് താൻ നടുവിലെത്തിയപ്പോൾ അവൻ അറിയാതെ സുഹൃത്ത് പാലം പിന്നിലേക്ക് വലിച്ചു. ഇപ്പോൾ ഒരു ചെറിയ ദ്വീപിൽ എന്ന പോലെ താൻ പെട്ടുപോയിരിക്കുകയാണ്. ചുറ്റും മുതലകൾ മാത്രം. വഞ്ചനയുടെ ഒരു കുറ്റബോധവും മനസ്സിൽ പേറാതെ സുഹൃത്ത് അവനെ നോക്കിയതിനു ശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ നിന്ന് പോയി. ഭയം അവനിൽ നിറയാൻ ആരംഭിച്ചു. കയ്യിലുണ്ടായിരുന്ന ഒരു പച്ചമാംസം എടുത്ത് അവൻ മുതലകൾക്ക് നേരെ എറിഞ്ഞു. അവറ്റകൾ അതിൽ തൃപ്തിപ്പെടുമെന്ന് താൻ പ്രതീക്ഷിച്ചെങ്കിലും മുതലകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അപ്പോഴേക്കും ഒരു മുതല ദ്വീപിലേക്ക് കയറി തുടങ്ങിയിരുന്നു. എല്ലാം അവസാനിക്കാൻ പോകുന്നതായി അവന് തോന്നി. പക്ഷേ ചുറ്റിനും നോക്കിയപ്പോൾ അവൻ കരയ്ക്കടുത്ത് ഒരു മത്സ്യബന്ധന ബോട്ട് കാണാനിടയായി. അപ്പോൾ തനിക്കൊരു ആശയം തോന്നുകയും അവൻ കയ്യിൽ കിടന്ന ഡിജിറ്റൽ വാച്ച് അല്പം തിരിച്ചതും ബോട്ട് പതിയെ തന്റെ അരികിലേക്ക് വരാൻ തുടങ്ങി. പ്രതീക്ഷയുടെ ഭാവം അവന്റെ മുഖത്ത് തെളിഞ്ഞു. എന്നാൽ അതിനധിക നേരം ആയുസുണ്ടായിരുന്നില്ല. കാരണം ബോട്ടിന്റെ മുൻഭാഗം കരയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതേസമയം ഒരു മുതല തന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഭയത്താൽ കയ്യിൽ ശേഷിച്ച അവസാന മാംസം അവൻ അതിനിട്ടുകൊടുത്തു. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. എന്തെന്നാൽ മറ്റു മുതലകളും തന്നിലേക്ക് വരാൻ അത് കാരണമായി. ഇതാണ് അന്ത്യമെന്ന് കരുതിയിരിക്കെ താൻ അസാധാരണമായ ഒരു കാര്യം കാണാനിടയായി. അവന്റെ പിന്നിലുണ്ടായിരുന്ന മുതലകൾ എങ്ങനെയോ ഒരു പാലം പോലെ നിരനിരയായി വന്നിരിക്കുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നിമിഷം രണ്ടാമതൊന്നും ആലോചിക്കാതെ അവൻ അതിന് മുകളിലേക്ക് ചാടുകയും അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.